അരുമ മൃഗങ്ങൾക്കും അവയുടെ ഉടമകൾക്കും ഒരേപോലെ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടത്തുണ്ട്. എവിടെയാണെന്നറിയാമോ? ഫോർട്ട് കൊച്ചിയിലാണ്. വളർത്തുമൃഗങ്ങൾക്ക് സമഗ്ര സേവനങ്ങളും അവയുടെ ഉടമകൾക്ക് സമയം ചിലവഴിക്കാൻ കഫറ്റീരിയയും പുസ്തകശാലയുമാണ് ബോബോ ദി വൈസ് ഡ്രാഗൺ എന്ന ഗ്രൂമിംഗ് ഷോപ്പിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈതാനത്തിനടുത്ത പൈതൃക ഭവനത്തിലാണ് പാലക്കാട് സ്വദേശി മിഥില ജോസ് അരുമ മൃഗങ്ങൾക്കായി സ്വർഗ്ഗഭവനം തീർത്തത്. ബോബോ എ പെറ്റ് ഫ്രണ്ട്ലി കഫറ്റീരിയ കേൾക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അതെന്താണെന്ന് ദേ കണ്ടറിയാം. ഹലോ, നമുക്കൊപ്പം നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന അരുമകളുമായി ഒരു കഫറ്റീരിയയിൽ വന്ന് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ അത്രയേറെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഈ പട്ടിയായാലും പൂച്ചയായാലും നമ്മളതിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ബോബോ. അപ്പോൾ ബോബോൻ്റെ ഒരു ചിന്ത ഒക്കെ വന്നത് മിഥിലയിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ എങ്ങനെയാണ് ബോബോ എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്? ബുക്ക് സ്റ്റോർ വിത്ത് കഫേ അങ്ങനത്തെ ഒരു ഐഡിയ നിന്നാണ് തുടക്കം. പിന്നെ എനിക്ക് ഒരുപാട് പെറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചു, വൈ നോട്ട് എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞാനും ഇവിടെ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ബോബോ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ ബോബോയുടെ അടിയിൽ വരുന്നത് നമുക്ക് പെറ്റ് പ്രോഡക്ട്സ് ഉണ്ട്, പെറ്റ് ഗ്രൂമിംഗ് ഉണ്ട്, പെറ്റ് ബോർഡിംഗ് ഉണ്ട്. അത് ഡോഗ്സിനും ക്യാറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ബുക്ക് സ്റ്റോർ ഉണ്ട്, കഫേ ഉണ്ട്. ഓൾ ദ 5 ഈസ് അവൈലബിൾ ഇൻ ബോബോ. ഇനി ബോർഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോഗ്സിന് ബോർഡിങ്ങിന് അതിൽ തന്നെ ഒരു പ്രീമിയം ബോർഡിംഗ് ഉണ്ട്, ക്യാറ്റിൻ്റെ ബോർഡിങ്ങിലും ഒരു പ്രീമിയം ബോർഡിംഗ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആകും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് ഇപ്പൊ 6 മാസമായെന്ന് പറഞ്ഞു? അതെ, നമുക്ക് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ശരിക്കും ഒരു പെറ്റ് പാരന്റ് എന്ന നിലയ്ക്ക് പോലും ഈ പെറ്റ്സ് ആയിട്ട് പോകാൻ സ്ഥലങ്ങളുണ്ട്, പെറ്റ് ഫ്രണ്ട്ലി കഫേസ് ഉണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് പുറത്തിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഈ 6 മാസമായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, പെറ്റ് പേരൻസ് ഉണ്ട്, അതിനേക്കാളും കൂടുതൽ പെറ്റിനെ സ്നേഹിക്കുന്നവർ, അങ്ങനത്തെവർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗമാണ് അവർക്ക്. അവർ വീക്കെൻഡ് ആകുമ്പോഴത്തേനും പിള്ളേരും എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കും. They spend a lot of time. പെറ്റ് ഫ്രണ്ട്ലി കഫേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് നമ്പേഴ്സാണ് കൊച്ചിയിലുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് വീക്ക്ലി ട്വൈസ് എങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കും. അതുപോലെ തന്നെ ആസ് യു നോ, ഫോർട്ട് കൊച്ചി ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് നാട്ടിൽ പെറ്റ്സ് ഉണ്ടാവും, അപ്പോൾ ഇവർ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ ഇവിടെ വന്നു തുടങ്ങി പിന്നെ അവർക്ക് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമല്ല. I'm Sarah and I'm from Australia and I'm visiting Fort Kochi for a week and I came to this cafe and the food is really good and the dogs are adorable and the staff is very friendly. I like it a lot. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയം വരുന്നു, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് ഇതൊരു സംരംഭമാണ്. പക്ഷേ ഇതിനെ കെയർ ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്. കാരണം പ്രത്യേകമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ അംഗീകരിച്ച് നിൽക്കുന്ന ഒരു സ്റ്റാഫ് വേണം. നമുക്ക് സ്റ്റാഫ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് ഇവരുടെ ക്വാളിഫിക്കേഷനേക്കാൾ ആദ്യം ചോദിക്കുന്നത് ഹൗ ആർ യു വിത്ത് പെറ്റ്സ്. പെറ്റ്സിന് ഇഷ്ടമാണോ, പെറ്റ്സിനെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടോ. നമ്മൾ മക്കളെ പോലെ വളർത്തുന്നതിനെയാണ് തന്നിട്ട് പോകുന്നത്. സോ അത്രയും നല്ല ടീമും ആയിരിക്കണം. ആൻഡ് ഐ ബിലീവ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഹൂ ലവ്സ് പെറ്റ്സ്. ഇപ്പം ഇവനേക്കാൾ കൂടുതൽ എനിക്കാണ് ഇഷ്ടം ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം ഇതിന് ഗ്രൂമിങ്ങും നടക്കും, എൻ്റെ ഒരു കാപ്പിപൊടിയും നടക്കും, കുറച്ച് ബുക്സ് വായനയും എല്ലാം കൊണ്ട് ഒരു 1 സ്റ്റോപ്പ് പോയിന്റ് ആണ് ബോബോ. ഇവിടെ വരുമ്പോൾ ഞാൻ പേടിയോടെയാണ് വന്നത്. കാരണം ഇവരൊക്കെ ആയിട്ട് ഇണങ്ങാൻ എങ്ങനെയാകും എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവരെയൊക്കെ ആയിട്ട് ഇണങ്ങാൻ പറ്റി. ഇത് നെയ്റോബി, ഇത് സിഡ്നി. അപ്പോൾ രണ്ടുപേരുമായിട്ടും ഞാൻ നല്ല കമ്പനിയായി. അപ്പോൾ പെറ്റ്സ് ഉള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ഈ ബോബോയിലേക്ക് വരാം. കാരണം അവർക്ക് ഇതൊരു വലിയ സ്വർഗമായിരിക്കും. സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തീർച്ചയായും പെറ്റ് ലവേഴ്സിനൊരു സ്വർഗം തന്നെയാണ് ബോബോ എന്ന ആശയം വളരെ നല്ലതുമാണ്. കാരണം ഈ മൃഗസ്നേഹികൾക്ക് അവരുടെ മൃഗങ്ങളെ നന്നായി പരിപാലിക്കാനും ഒപ്പം അവരുടെ സമയവും പോകാനും നല്ല സഹായകമായി മാറുന്നുണ്ട് ഈ ബോബോ. നമുക്കിപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ ലഭിക്കുമല്ലേ മൃഗസ്നേഹികൾക്ക്? മൃഗങ്ങളെ പരിപാലിക്കുകയും ചെയ്യാം, അവരുടെ വായനയും ചായകുടിയും ഒക്കെ നടക്കുകയും ചെയ്യും. ഫോർട്ട് കൊച്ചിയിലെ ബോബോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ്
പെറ്റ് ഫ്രണ്ട്ലി ഷോപ്പാണ്. കാരണം നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അതോടൊപ്പം തന്നെ ഈ പെറ്റ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പെറ്റ്സുമായിട്ടുള്ള എല്ലാവിധ ആക്ടിവിറ്റികളിലും നമുക്ക് ഇടപഴകാം. പെറ്റ്സിനെ ഗ്രൂമിങ് ചെയ്യാൻ ചെല്ലുമ്പോൾ ആ ഗ്രൂമിങ് സമയങ്ങളിൽ നമുക്ക് പുസ്തകം വായിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ ഇരുന്ന് സുഖകരമായ രീതിയിൽ ഇരുന്ന് കോഫി കുടിക്കാം. അതാണ് ഒരു വ്യത്യസ്തമായിട്ടൊരു ആശയം. അത് മിഥില ജോസ് അത് ആവിഷ്കരിച്ച് നടപ്പാക്കി ഇപ്പോൾ ഏകദേശം 6 മാസം പിന്നിടുകയാണ്. മികച്ചൊരു പ്രതികരണം തന്നെയാണ് ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്നത്. കാരണം പ്രത്യേകമായിട്ടുള്ള മുറികൾ, ബോർഡിംഗ് മുറികൾ ഒക്കെ ഈ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. പൂച്ചകൾക്കായിട്ടുള്ള പ്രത്യേക VIP മുറികൾ, അതോടൊപ്പം തന്നെ ഈ നായ്ക്കൾക്കായിട്ടുള്ള പ്രത്യേക മുറികൾ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആശയം അത് വളരെ മികച്ച രീതിയിൽ അത് സാധ്യമാക്കാൻ ഈ മിഥിലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരമൊരു കാഴ്ചപ്പാട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റാഫ് കിട്ടുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു നല്ലൊരു ടീമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ നായ്ക്കളെയൊക്കെ അത്രയേറെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ മിഥില ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, ഇങ്ങോട്ടേക്ക് ഞാൻ സ്റ്റാഫിനെ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന കാര്യം, നിങ്ങൾക്ക് പെറ്റ്സിനെ ഇഷ്ടമാണോ? പെറ്റ്സുമായിട്ട് എങ്ങനെയാണ്? പെറ്റ്സുമായിട്ട് ഏറെ അടുപ്പമുള്ള ആളുകൾ മാത്രം ജോലി ചെയ്താൽ മതി. ഇതൊരു ജോലിയല്ല, ഇതൊരു പാഷനാണ്. കാരണം പെറ്റ്സിനെ കുളിപ്പിക്കുക, അവർക്കൊപ്പം കളിക്കുക, ഉല്ലസിക്കുക. തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫലവും അത്രമാത്രം നല്ലതായിരിക്കും. അപ്പോൾ ബോബോ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതും മൃഗസ്നേഹികൾക്ക് വലിയൊരു അവർക്ക് വളരെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ.